നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചെമ്മാനത്താഴത്തെ തീരത്തേതോ എൻ മോഹത്താഴ്വാരം കണ്ടേ അതിലേ സ്വയമുരുകുമെൻ മനമോ നിഴലു പോലെ വെയിലു പോലെ അലയുമിന്നിതാ നീലാകാശം പോലെ ഈ മിഴി ചായം തൂവും പോലെ ഈ ചിരി അമ്മക്കത് എന്തൊരു ടെൻഷനാ അമ്മേ. ഒരുമാതിരി 2020 മാച്ചിന്റെ ഫൈനൽ ഓവർ പോലെയാണല്ലോ അമ്മയുടെ വെപ്രാളം. നിധി ചേച്ചി അവിടെ ചെന്ന് ഷൈൻ ചെയ്ത് കപ്പടിച്ച് തിരിച്ചു വരും അമ്മേ. നിധി ജയിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട് മോളെ. പക്ഷേ അതില് പങ്കെടുക്കുന്നതിനൊക്കെ ചില കടമ്പകളില്ലേ? ഗൗതം അവളോട് വഴക്കിട്ട് കാണുമെന്ന് എന്റെ പേടി ഇപ്പോ. ചേച്ചി ഇന്ന് നല്ല ഇടവിട്ട് ലുക്കിലാ പോയത്. ചേച്ചിയെ കണ്ടപ്പോ തന്നെ ഏട്ടന്റെ വാ അടച്ചു കാണും. അതിലൊന്നും ഒരു കാര്യമില്ല. അവൻ വന്നൊരു മഹാ വഴക്കാളിയായി മാറിക്കൊണ്ടിരിക്കുക. ഏട്ടൻ വഴക്കാളിയായാലേ ചേച്ചി ഭദ്രകാളിയാവും. ആ കാര്യത്തില് എന്റെ ചേച്ചി തോപ്പിക്കാൻ ഏട്ടനാവില്ല. രണ്ടുപേരും കൂടി വഴക്കിടാതെ ഒറ്റക്കെട്ടായി പെർഫോം ചെയ്ത കപ്പിൾസ് മീറ്റിൽ ഏറ്റവും തിളങ്ങുന്നത് അവരായിരിക്കും. ഗൗതവും നിധിയും കപ്പിൾ മീറ്റിന് പോയോ? നിധിയുടെ സൗന്ദര്യവും ബുദ്ധിയും കൂടി ചേരുമ്പോ ഈ ബിസിനസ് ഡീൽ നമുക്ക് തന്നെ ഉറപ്പിക്കാം. അമ്മ ഏട്ടനെ വിളിച്ചു നോക്കിയേ, എന്തായെന്നറിയാലോ. ഏയ്, ഇത്തരം മീറ്റിങ്ങുകൾക്ക് പോകുമ്പോ ഞാൻ അവനെ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്താറില്ല. അവനത് ഇഷ്ടമല്ല. ഓഹോ, അപ്പൊ ഞാൻ എതിർത്തിട്ടും ഏട്ടത്തി അവരെ കപ്പിൾ മീറ്റിന് പറഞ്ഞു വിട്ടു അല്ലേ? ഈ കുടുംബത്തില് എന്റെ വാക്കുകൾക്ക് വിലയില്ലാതായെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു. അങ്ങനെയല്ല വസു. നിധിയുടെ കഴിവുകൾ നമ്മുടെ ബിസിനസിന് വേണ്ടി ഉപയോഗിച്ച അതിന്റെ മെച്ചം നമുക്ക് തന്നെയല്ലേ? എന്ത് കഴിവിനെ കുറിച്ചാ ഏട്ടത്തി ഈ പറയുന്നേ? ഇംഗ്ലീഷില് കുറെ ഡയലോഗ് അടിച്ചതോ? എന്നെ കേൾപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇംഗ്ലീഷ് പറഞ്ഞതാണ് അവള്. ഇതൊരു സിനിമയിലാണെങ്കിൽ അവൾക്ക് ലോ ക്ലാസിന്റെ കയ്യടി മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ. ബാൽക്കണിയിൽ ഇരിക്കുന്നവര് പുച്ഛിച്ച് തള്ളും. എന്തായാലും ഇത് സിനിമ സീരിയലൊന്നും അല്ലല്ലോ, ജീവിതമല്ലേ. ജീവിതത്തിൽ ഞങ്ങളെല്ലാവരും നിധിക്ക് വേണ്ടി കൈയടിച്ചു. അതേ കൈയടി ബിസിനസ് മീറ്റിലും കിട്ടും. നോക്കിയിരുന്നോ? തോറ്റു തൊപ്പിയിട്ട് ഗൗതമിനെ കൂടി നാണം കെടുത്ത് കേറി വരും ഏട്ടത്തിയുടെ മരുമോള്. ശരി, അവള് ജയിച്ചു വന്നാലോ? വരില്ല. വന്നാലോ? നീ ബെറ്റ് വെക്കാൻ തയ്യാറാണോ? ബെറ്റോ? എന്ത് ബെറ്റ്? ഗൗതമും നിധിയും ജയിച്ചു വന്ന നിധിയെ നീ മരുമകളായി അംഗീകരിക്കണം. തോറ്റ എന്ത് വേണമെന്ന് നീ പറഞ്ഞു. എന്താ വസു, ബെറ്റിന് നീ സമ്മതമാണോ? രണ്ടാളും ബെറ്റ് നോക്കി, ഞാനാണ് സാക്ഷി. നിധി ജയിക്കൂന്ന് ഞാൻ പറയുന്നു. ആന്റി കൈവയ്ക്ക്. അവളുടെ പേരിൽ ബെറ്റ് വെക്കാൻ ഞാൻ ഒരുക്കമല്ല. അപ്പോ നിധി ജയിക്കൂന്ന് നിനക്കും അറിയാല്ലേ? അവള് ജയിച്ച അവളെ അംഗീകരിക്കേണ്ടി വരുമെന്നുള്ള പേടി കൊണ്ടല്ലേ നീ ബെറ്റ് വെക്കാത്തത്? അവള് ജയിക്കുമെന്നുള്ള പേടിയൊന്നും എനിക്കില്ല. പക്ഷേ അവൾ എന്റെ ശത്രുവാണ്. നാളെ അവള് സാക്ഷാൽ മഹാലക്ഷ്മിയുടെ അവതാരമാണെന്ന് തെളിഞ്ഞാലും അവളോട് ഒരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല. പിന്നെ
ആവശ്യമില്ലാതെ അവളെ പുകഴ്ത്തുന്ന നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരാളുടെ സ്വഭാവം വ്യക്തമായിട്ട് അറിയണം. അല്ലാതെ അയാളുടെ ചെപ്പടി വിദ്യകൾ കണ്ട് അയാളിൽ അഡിക്റ്റ് ആവരുത്. ഒടുവിൽ അയാള് നമ്മൾ ഉദ്ദേശിച്ച ആളല്ല എന്ന് മനസ്സിലാകുമ്പോ തകർന്നു പോവും. നിധിയുടെ കാര്യത്തില് അത് സംഭവിക്കും, തീർച്ചയാ. സൂക്ഷിച്ച് പതുക്കെ ഇറങ്ങി. ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞിട്ട് താൻ കേട്ടില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല സർ. ഇവിടെ സ്പ്രേ ഉണ്ടല്ലോ, അത് പ്രയോഗിച്ചൊന്ന് വിശ്രമിച്ചാൽ മാറിക്കോളും. ആ, ഞാനൊരു പെയിൻ കില്ലർ തരാം, അത് കഴിച്ചോ. ആവശ്യമില്ലാതെ ടാബ്ലറ്റ്സ് കഴിക്കുന്നത് നല്ലതല്ല. പെയിൻ കില്ലേഴ്സ് കിഡ്നിയെ തകരാറിലാക്കും. ഓ, സോഷ്യൽ മീഡിയ നിന്ന് കിട്ടിയ അറിവായിരിക്കും. അല്ല, എന്നോട് ഡോക്ടർ തന്നെ പറഞ്ഞതാ. ശരി ശരി, തർക്കിക്കുന്നില്ല, നടക്ക്. കണ്ടോ, വേദന മാറിയിട്ടില്ല. എല്ല് പൊട്ടിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നത്. അങ്ങനൊന്നുമില്ല, വെറുതെ ടെൻഷൻ അടിക്കാതെ സർ. ദേ, അയ്യോ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. കേറ്. വേണ്ട, ഒന്ന് റെസ്റ്റ് എടുത്താ മതി. എങ്കിൽ പിന്നെ കാലിന് സ്ട്രെയിൻ കൊടുക്കണ്ട, ഞാൻ നിന്നെ എടുക്കാം. ഇത്രയൊക്കെ ചതികൾ നമ്മളോട് ചെയ്ത കുടുംബം അവളുടേത്. അവൾ ഇനിയും ചതിക്കും. അതുകൊണ്ട് ആരും അവളെ തലേ കയറ്റി വെക്കാൻ നോക്കണ്ട. ആന്റി പറഞ്ഞ് നാവെടുത്തില്ല. അതിനു മുമ്പ് എന്നെ ഏട്ടൻ ചേച്ചി എടുത്തല്ലോ. ഈ കുടുംബത്തിലെ എല്ലാവർക്കും എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട്. ഗൗതം, നീ എന്തിനാ ഇവളെ എടുത്തോണ്ട് വരുന്നത്? താഴെ ഇടടാ. അയ്യോ സർ, താഴെ ഇടല്ലേ, എന്റെ നടുപൊടിയും. ഗൗതം, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? താഴെ ഇടാൻ. അയ്യോ സാറേ, എന്റെ നടുപൊടിഞ്ഞ സാറിന് കുഴപ്പമില്ലെങ്കിൽ താഴെ ഇട്ടോ. അല്ല, അവളുടെ നടുവൊടിഞ്ഞ ബാക്കി ഞാൻ നോക്കിക്കോളാം. നീ പിടിവിടാ. പിടിവിടല്ലേ സർ. ഇവിടെ ഇവിടെ ഇരുന്നോ. ഹോട്ടലിൽ വെച്ച് നിധിയുടെ കാലിലൊരു ഫ്രാക്ചർ പറ്റി, അതാ എടുത്തോണ്ട് വന്നത്. ഞാൻ നടന്നോളാന്ന് പറഞ്ഞതാ. എന്നെ എടുക്കാൻ സാറിനായിരുന്നു ആവേശം. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ആന്റി, സ്പ്രേ അടിച്ചാ മാറിക്കോളും. സൂക്ഷിച്ച് നടക്കാഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. എന്ത് കാര്യത്തിനും നിനക്ക് ഇത്തിരി ധൃതി കൂടുതലുണ്ട്. അതാ ഇടയ്ക്ക് ഉരുണ്ടുരുണ്ട് ഇങ്ങനെ വീഴുന്നേ. എന്നെ ഇങ്ങനെ വഴക്ക് പറയാതെ ആന്റി. കപ്പിൾസ് മീറ്റിംഗിൽ പങ്കെടുത്തേ ഡീൽ ഉറപ്പിച്ചിട്ടാ ഞങ്ങൾ വന്നത്. ആഹാ,